ചോദ്യം എങ്ങനെയാണ്? ഫൈൻഡ് ദ ഫോളോയിങ് സംസ്. അതിൽ 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 100 എന്നാണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ കാണാനാണ് ക്വസ്റ്റ്യൻ. ബി പാർട്ട് നോക്കാം. 1 മുതൽ 99 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സമ്മ കാണാനാണ്. 1, 3, 5, 7 തുടങ്ങിയ ഓഡ് നമ്പേഴ്സിന്റെ സമ്മ കാണാനാണ് ക്വസ്റ്റ്യൻ. സി പാർട്ട് 2, 4, 6 എന്ന് തുടങ്ങി 100 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സമ്മ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡി പാർട്ട് 3, 7, 11 തുടങ്ങി 199 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ കാണാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എ പാർട്ടിലോട്ട് കിടക്കാം. എ പാർട്ട് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര എന്ന് പറയുന്ന ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. അതിന്റെ എല്ലാത്തിന്റെയും സമ്മ കാണാം. ഇതിനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ കാണാനുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ട്. 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ കാണാനുള്ള ഫോർമുലയാണ് n into n minus 1 by 2. ഡയറക്റ്റ് ഫോർമുലയാണ്. ഈ ഫോർമുലയിൽ n ന്റെ സ്ഥാനത്ത് എന്താണ്? 100 ആണ്. n is equal to 100 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore 1 plus 2 plus 3 plus etc plus 100 is equal to 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n ന്റെ സ്ഥാനത്ത് നമ്മൾ 100 കൊടുക്കുകയാണ്. 100 into 100 minus 1 എന്ന് പറയുമ്പോൾ 99 എന്നാണ് വരിക. 99 all divided by 2. That is equal to 9900 divided by 2. That is equal to 4950. 4950. ഇതാണ് 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ. 4950 n into n plus 1 by 2. ഇതാണ് 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ കാണാനുള്ള ഫോർമുല. ഈ ഫോർമുല പ്രകാരം ഈ ഫോർമുലയിൽ n ന്റെ സ്ഥാനത്ത് നമുക്കുള്ളത് 100 ആണ്. ആയതുകൊണ്ട് n ന്റെ സ്ഥാനത്ത് നമുക്ക് ഡയറക്റ്റ് 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ കാണാൻ കഴിയും. Therefore നമ്മളിത് 1 plus 2 plus 3 plus etc plus 100 is equal to n ന്റെ സ്ഥാനത്ത് 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ 100 into 100 plus 1 divided by 2. That is equal to 100 into 100 plus 1 എന്ന് വെച്ചാൽ 101 divided by 2. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 5050 എന്നായിരിക്കും. അതായത് 5050. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ 5050. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 1 plus 3 plus 5 plus etc up to 99. 1 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യകൾ ഓഡ് നമ്പേഴ്സിന്റെ സമ്മ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് ഡയറക്റ്റ് ഫോർമുല ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ആദ്യം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കാം. ഫസ്റ്റ് ടേം എന്താണ്? a1 is equal to 1. പിന്നെ ഇതിൽ അറിയാവുന്നത് കോമൺ ഡിഫറൻസ് d is equal to 2. അതുപോലെ തന്നെ ഇതിലെ nth ടേം അല്ലെങ്കിൽ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 99 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ n ന്റെ വാല്യൂ കാണാൻ പോകുന്നു. അഥവാ ഇതിൽ നമ്പർ ഓഫ് ടേംസ് അറിയാം. നമ്പർ ഓഫ് ടേംസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സമ്മ കണ്ടുപിടിക്കാൻ കഴിയൂ. ഇതിന്റെ എല്ലാത്തിന്റെ സമ്മ. അപ്പൊ നമ്പർ ഓഫ് ടേംസ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം കൂടെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് xn is equal to f plus n minus 1 into d. ഈ ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ n ന്റെ വാല്യൂ കിട്ടും. ഇതിൽ xn എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പറഞ്ഞ an തന്നെയാണ്, രണ്ടും സെയിം ആണ്. സോ xn ന്റെ സ്ഥാനത്ത് നമ്മൾ 99 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. is equal to f എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം ആണ്, അഥവാ ഇവിടെ പറഞ്ഞ a1. അപ്പോൾ ഫസ്റ്റ് ടേമിന്റെ സ്ഥാനത്ത് നമ്മൾ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്ലസ് n ന്റെ വാല്യൂ നമുക്ക് അറിയില്ല. സോ n minus 1 എന്ന് തന്നെ എഴുതും.
ഇൻറ്റു ഡിന്റെ വാല്യൂ എന്താണ് 2 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ 99 is equal to 1 പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ n ഇൻറ്റു 2 2n വരും, -1 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ -2 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് 99 is equal to 2n minus 1 എന്ന് വരും. -2 പ്ലസ് 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ -1 എന്നാണ് വരിക. അടുത്ത സ്റ്റെപ്പിൽ ഈ -1 ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +1 ആവും. അപ്പോൾ 99 + 1 എന്ന് വരും, അഥവാ 100 ആയിരിക്കും. 100 is equal to 2n എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഈ -1 ഇങ്ങനെ വന്ന് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഈ മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. 99 + 1 എന്ന് വെച്ചാൽ 100 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2n. അതിൽ നിന്ന് നമുക്ക് n is equal to എന്ത് കിട്ടും? ഇവിടെയുള്ള 2 വീണ്ടും ഇങ്ങോട്ട് പോകുമ്പോൾ by 2 എന്നായിട്ട് മാറും. ദാറ്റ് ഈസ് 100/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 50. സോ നമ്പർ ഓഫ് ടേംസ് എന്താണ്? 50 ആണ് എന്ന് കിട്ടി. ഇനി ഈ നമ്പർ ഓഫ് ടേംസും ഇവിടെ നമുക്ക് അറിയാവുന്ന ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസിന്റെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സമ്മ് കാണാം. അപ്പോൾ സമ്മ് കാണാനുള്ള ഫോർമുല Sn is equal to n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അല്ലെങ്കിൽ a. ഇതാണ് സമ്മ് കാണാനുള്ള ഫോർമുല. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 50 എന്ന് വരും. 50/2 ഇൻറ്റു ഫസ്റ്റ് ടേമിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? 1 എന്ന് കൊടുക്കും. 1 പ്ലസ് ലാസ്റ്റ് ടേം നമുക്കറിയാം 99 ആണ്. 99. That is equal to 50/2 into 1 plus 99 എന്ന് വെച്ചാൽ 100 ആണ്. 100. ഇവിടെ 2ഉം 100ഉം 50 ടൈംസ് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വരും? 50 into 50. 50 into 50. That is equal to 2500. ഇതാണ് 1 മുതൽ 99 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സം. 2500. നമ്മുടെ സി പാർട്ട് നോക്കാം. ഈവൻ നമ്പേഴ്സ് ആണ്. 2 മുതൽ 100 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഫോർമുല. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 5050 ആയിരുന്നു. രണ്ടാമത് നമ്മൾ കണ്ടുപിടിച്ചത് 1 മുതൽ 99 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു. 2500 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 2 മുതൽ 100 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് കാണണമെങ്കിൽ ഈ 5050 നിന്നും 2500 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് 2550 എന്ന് കിട്ടും. ഇതാണ് 2 മുതൽ 100 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സം. ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നത് ഇങ്ങനെയാണ്. 2 + 4 2 + 4 + 6 + etc. +100. ഇതിനെ എല്ലാ ടേമിൽ നിന്നും കോമൺ ആയിട്ട് നമുക്ക് ഒരു 2നെ പുറത്തേക്ക് എടുക്കാം. ബാക്കി ഇവിടെ എന്തുണ്ടാവും? 1 + 4 ന്ന് 2 പോയാൽ ഒരു 2 ഉണ്ടാവും. 2 + 6 ന്ന് പോയാൽ 3 ഉണ്ടാവും. etc. അങ്ങനെ 100ൽ നിന്നും ഒരു 2 പോയാൽ ബാക്കി 50 ഉണ്ടാവും. ഇത് നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാം. ഇനി പുറത്തുള്ള 2 അതുപോലെ തന്നെ നമ്മൾ എഴുതി വെച്ചു. 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഫോർമുല നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തു. n into n + 1/2 ആയിരുന്നു. ഇവിടെ n ന്റെ സ്ഥാനത്ത് 50 ആണുള്ളത്. n ന്റെ സ്ഥാനത്ത് 50 ആണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n into എന്ന് പറയുമ്പോൾ 50 into n + 1 എന്ന് പറയുമ്പോൾ 50 + 1 എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പൊ നമ്മള് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പില് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളില് 1 മുതൽ 50 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്, എണ്ണൽ സംഖ്യകളാണ്.
1 മുതൽ 50 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. നമുക്കറിയാം 50 × 50 + 1 / 2 എന്ന് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പുറത്തുള്ള രണ്ടും താഴെ രണ്ടും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്, 50 × 51 എന്നുണ്ട്. അതിന്റെ ആൻസർ എത്ര വരിക, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ 2550 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 മുതൽ 100 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാം. നാലാമത്തെ ഡി പാർട്ട് ശ്രദ്ധിക്കാം. ഡി പാർട്ടില് സീക്വൻസ് ഇങ്ങനെയാണ്: 3, 7, 11 etc. 199. അപ്പോൾ ഈ തന്നിട്ടുള്ള സീക്വൻസ് 3 മുതൽ 199 വരെയുള്ള ഈ സീക്വൻസിന്റെ സമ്മ് കാണണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കാം. ഫസ്റ്റ് ടേം അഥവാ A1 അല്ലെങ്കിൽ x1 എന്നും പറയാം, എന്താണ്, 3 ആണ്. നെക്സ്റ്റ് കോമൺ ഡിഫറൻസ് d is equal to 7 minus 3 that is equal to 4. പിന്നെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം an nth ടേം അല്ലെങ്കിൽ xn എന്നും പറയാം, തെറ്റില്ല. an is equal to 199. ഇനി സമ്മ് കാണണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ടേംസ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് കാണാനായിട്ട് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് an is equal to a1 plus n minus 1 into d അല്ലെങ്കിൽ f plus n minus 1 into d. അത് ചെയ്യാം. ഞാൻ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ f plus n minus 1 എന്ന് എഴുതി, ഈ ക്വസ്റ്റ്യന് a1 എന്ന് എഴുതി, അത്രേ ഉള്ളൂ. a സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും, 199 is equal to a1 ന്റെ സ്ഥാനത്ത് നമ്മൾ 3 കൊടുക്കും. 3 plus n നമുക്ക് അറിയില്ല, n minus 1 അങ്ങനെ തന്നെ എഴുതാം. d ന്റെ സ്ഥാനത്ത് നമ്മൾ 4 എന്ന് കൊടുക്കും. നമ്മൾ ചെയ്ത പോലെ ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 199 is equal to 3 plus ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ n × 4 4n എന്ന് വരും, -1 × 4 -4 എന്നും വരും. That is 199 is equal to 4n -4 ഉം +3 ഉം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ -1 എന്നാണ് കിട്ടുക. വലുതിന്റെ ചിഹ്നമാണ്. അടുത്ത സ്റ്റെപ്പിൽ -1 ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും, +1 ആയിട്ട് മാറും. 199 + 1 എത്രയാണ്, 200 ആണ്. 200 is equal to 4n എന്ന് വരും. ഇതിൽ നിന്നും n ന്റെ വാല്യൂ കാണാം. n is equal to 200/4 that is equal to 50. ഡിവൈഡ് ചെയ്യുമ്പോൾ 50 എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് n ന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സമ്മ് കാണാം. സമ്മ് കാണാനുള്ള ഫോർമുലയാണ് Sn is equal to n/2 into first term plus last term. ഇതാണ് സമ്മ് കാണാനുള്ള ഫോർമുല. അതില് n ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ കിട്ടിയ വാല്യൂ ആണ് 50. 50/2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ടേമിന്റെ സ്ഥാനത്ത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 3 ആണ്. അപ്പോൾ 3 plus a എന്ന് വെച്ചാൽ എത്രയാണ്, 199 ആണ്. 199 that is equal to 50/2 എന്ന് വെച്ചാൽ 25 ആണ്, into 199 plus 3 202 ആണ് കിട്ടുക. 25ഉം 202ഉം മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 5050 ആണ്. 5050. This is the final answer. So 3, 7, 11 etc. up to 199 വരെയുള്ള ഈ സീക്വൻസിന്റെ സമ്മ് 5050 ആണ്. നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. If the terms of the arithmetic sequence 2/9, 3/9, 4/9 etc. are represented as x1, x2, x3 etc. then അതിൽ a part ആണ് find the value of x1 plus x2 plus x3. b part x4 plus x5 plus x6 അതിന്റെ വാല്യൂ കാണാനാണ്. c part find the sum of first 9 terms. ആദ്യത്തെ 9 ടേംസിന്റെ സമ്മ് കാണാനാണ്. d part find the sum of first 200 terms. ആദ്യത്തെ
200 ടേംസിന്റെ സമ്മ കാണാനാണ്. അപ്പൊ നമുക്ക് എ പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് ഒരു സീക്വൻസ് 2/9, 3/9, 4/9 എന്ന് പറയുന്ന ഈ സീക്വൻസ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് x1, x2, x3 എന്നിങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെങ്ങനെ എഴുതാം? x1ന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? 2/9 ആയിരിക്കും. അതുപോലെ x2ന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? 3/9 ആയിരിക്കും. x3ന്റെ സ്ഥാനത്ത് 4/9 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ x1 പ്ലസ് x2 പ്ലസ് x3 ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. x1ന്റെ സ്ഥാനത്ത് 2/9 പ്ലസ് x2ന്റെ സ്ഥാനത്ത് 3/9 പ്ലസ് x3ന് പകരം 4/9 എന്ന് കൊടുക്കാം. ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പൊ എന്ത് വരും? 2 പ്ലസ് 3 പ്ലസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ 9. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 5, 5 പ്ലസ് 4 9, 9/9 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x1 പ്ലസ് x2 പ്ലസ് x3 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി.